Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാംഗോ ട്രഫിൾ കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മിനിമം 2 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഞാൻ 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചിടാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വാനില എസൻസ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഷുഗർ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട, കുറേശ്ശെ ഇട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മുട്ടയും പഞ്ചസാര പൊടിച്ചത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ബോട്ടിലിൽ മാംഗോ മിൽക്ക് എസൻസ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതില്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് ടൈഗറിൻ്റെ മാംഗോ മിക്സ് ഇല്ലേ, അത് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്താൽ പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട, ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ലോ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിതുപോലത്തെ സ്പാച്ചുല വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏത് സൈഡിലേക്കാണോ ഫോൾഡ് ചെയ്യുന്നത് ആ സൈഡിലേക്ക് മാത്രം ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് പാലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട്. അത് നമുക്ക് ആദ്യം പൊടി ചേർത്ത് കൊടുത്താൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക, പിന്നെ പൊടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇടവിട്ടിട്ട് വേണം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ പാല് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പാലെടുത്തത് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ലാസ്റ്റ് നമുക്ക് പൊടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്.
അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് ടീന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് അതിൽ ബട്ടറൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഓവൻ ഇല്ലാതെയാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഈ സോസ് പാനിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാനൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റിങ്ങിൻ്റെ മുകളിൽ നമുക്ക് കേക്ക് ടീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 30-35 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഈ കേക്ക് ബേക്കായി വരുമ്പോഴേക്കും ഇതിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു വലിയ ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മാംഗോ മിൽക്ക് എസൻസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഗനാഷിന് കുറച്ചും കൂടി യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 2-3 ഡ്രോപ്പ് യെല്ലോ ജെൽ ഫുഡ് കളറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കണമെന്നില്ല. നമുക്ക് ഈ പാത്രത്തിലുള്ള വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ ചോക്ലേറ്റ് കോമ്പൗണ്ടൊക്കെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഇത് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതിൽ വൈറ്റ് ചോക്ലേറ്റ് കോമ്പൗണ്ട് അല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് മാംഗോ ചോക്ലേറ്റ് കോമ്പൗണ്ട് മേടിക്കാൻ കിട്ടും. അത് കിട്ടണമെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാംഗോ എസൻസ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മാംഗോ ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടോയെന്ന് നമുക്കൊരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഞാൻ ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആവണ വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. മാംഗോയുടെ ഒരു ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാംഗോ എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം നല്ല തിക്ക് ആൻഡ് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന ബട്ടർ പേപ്പറൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം.
അപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം കേക്കിൻ്റെ ബേസിൽ നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് കേക്ക് വെറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഫുള്ളായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മാംഗോ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ ക്രഷ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാംഗോ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഉണ്ടാവില്ലേ, അത് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് വെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. അതിന് മുകളിൽ നമുക്ക് മാംഗോ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് കേക്ക് വെറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം പുരട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ആദ്യം ഒന്ന് കേക്ക് ക്രം കോട്ട് ചെയ്യാം. അപ്പോൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ല നീറ്റായിട്ട് കവർ ചെയ്യാം. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ മാംഗോ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാംഗോ ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കേക്ക് ഫുള്ളായിട്ട് നമുക്ക് ഈ മാംഗോ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഓരോന്നും ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്നില്ലേ, അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. മെൽറ്റായി പോണതിന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് കൊണ്ട് കുറച്ച് ഗാർണിഷ് ചെയ്യാനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണിത്. അത് നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. കുറച്ച് ചെറിയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ട്രഫിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം.
അതിനുശേഷം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാംഗോ ട്രഫിൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.